Good evening. Good evening. Good evening, ma'am. So, ഇന്ന് നമ്മളുടെ റെക്കോർഡ് റൈറ്റിംഗ് കഴിയുമെന്ന് അറിയില്ല, മേ ബി കുറച്ചും കൂടെ ഉള്ളെന്ന് തോന്നുന്നു. സോ ഡിവിഷൻ സ്റ്റെപ്പ് ബോർഡും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഇല്ല, പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിവിഷൻ ആണ്. പിന്നെ അതിന് മുമ്പ് സബ്ട്രാക്ഷൻ നമ്മൾ ഒന്നുകൂടെ ചെയ്തിട്ട് നമുക്ക് ഡിവിഷനിലേക്ക് പോകാം. സോ ബിഫോർ ദാറ്റ് വി വിൽ ഹാവ് അവർ സൈലന്റ് പ്രെയർ. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാം. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ, നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ വി വിൽ ഡിസ്കസ് ആഫ്റ്റർ എ സൈലന്റ് പ്രെയർ. കുറെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ചിലതിലെ പ്രസന്റേഷൻ ഇച്ചിരി ഡിഫറെന്റ് ഉണ്ടാവും, ചിലതിൽ ആക്ടിവിറ്റി കാണിക്കുന്നതിന്റെ ഡിഫറെന്റ് ഉണ്ടാവും. പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയായിട്ടാണ് വരുന്നത്. ആദ്യം റെക്കോർഡ് എവിടെ വരെയായിരുന്നു നോക്കട്ടെ. സ്വിഗിൻ ബോർഡ് ഒക്കെ കഴിഞ്ഞിരുന്നല്ലേ നമ്മള്? ബീറ്റ് ഫ്രെയിം. സ്വിഗ്വിൻ ബോർഡ് കഴിഞ്ഞു, ബീച്ച് ഫ്രെയിം കഴിഞ്ഞു. അതിന്റെ ഫീച്ചേഴ്സും സ്പെഷ്യാലിറ്റീസും എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. ബീറ്റ് സ്റ്റെയറിന്റെ ഫീച്ചേഴ്സും സ്പെഷ്യാലിറ്റി ആണോ എഴുതിക്കൊണ്ടിരുന്നത്? ബീറ്റ്സ് ഫ്രെയിമിന്റെ സ്റ്റെയർ കഴിഞ്ഞിരുന്നു? ഇല്ല മാം, സ്റ്റെയർ കഴിഞ്ഞിട്ടില്ല. അതിന് മുമ്പാണ് അല്ലെ? അത് കഴിഞ്ഞു. അതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് സ്പെഷ്യാലിറ്റി കഴിഞ്ഞു. അത് കഴിഞ്ഞു. ബീച്ച് ഫ്രെയിമിന്റെ കഴിഞ്ഞു. സോ നമുക്ക് എന്താ വേണ്ടേ? സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ബോർഡ് ഫെമിലറൈസ് ചെയ്തിട്ട് എഴുതിയാൽ മതിയോ, അതോ കുറച്ച് എഴുതിയിട്ട് ഫെമിലറൈസ് ചെയ്താൽ മതി? കുറച്ച് എഴുതിയിട്ട്. ഇതിനെപ്പറ്റി മോളെ വിളിച്ചൊന്ന് നിർത്തട്ടെ, കാരണം എനിക്ക് ക്യാമറ പിടിച്ചാലേ എനിക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി വേണ്ടത് അസോസിയേഷൻ ഓഫ് സിമ്പിൾ ആൻഡ് ക്വാണ്ടിറ്റി അല്ലെ? എനിക്ക് നിങ്ങളുടെ ബാച്ചല്ല, സെക്കൻഡ് ബാച്ചിൽ നിന്നൊരു കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല, ഞാൻ വിട്ടുപോയതാ. നമ്മളിപ്പോ എത്ര എഴുതിയില്ലേ? കാരണം റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ഇത് നോക്കി എഴുതാനായിട്ട് ഇത് ബ്ലേർഡ് ആണെന്ന്. പക്ഷെ ക്ലാസ് റൂമിൽ ഇത് നല്ല ക്ലിയർ ആണ്, വീഡിയോ ഓഡിയോ എല്ലാം ക്ലിയർ ആണ്. റെക്കോർഡ് ക്ലാസ് കിട്ടുന്ന സമയത്ത് വീഡിയോ ബ്ലേർഡ് ആയിട്ടിരിക്കുന്നു, ഇപ്പൊ എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ ഒന്ന് റീഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആ കുട്ടി പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വന്നിരുന്നോ? മേ ബി ഉണ്ടാകുമായിരിക്കും. കാരണം എന്താ വെച്ചാലേ, ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ സൈസ് കൂടുതലാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു റെസൊല്യൂഷൻ കുറച്ചിട്ടായിരിക്കും ചിലപ്പോ ഷെയർ ചെയ്യുന്നത് റെക്കോർഡ് ക്ലാസ്സിൽ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇത് ചെറിയൊരു ബ്ലേർഡ്നെസ് വരുന്നത്.
അപ്പോ സൈസ് റെസൊല്യൂഷൻ കൂട്ടുമ്പോൾ സൈസ് ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ ലോഡ് ആവാനൊക്കെ ബുദ്ധിമുട്ടായതും അവരങ്ങനെ ചെയ്യണത്. പക്ഷെ നമുക്ക് ഇതുവരെയും അങ്ങനെ നോക്കി എഴുതേണ്ട കാര്യമൊന്നും വന്നിട്ടില്ലല്ലോ. ക്ലാസ് കേൾക്കുക അങ്ങനത്തെ കാര്യങ്ങളല്ലേ. അപ്പൊ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോ എനിക്കും അത് ശരിയാന്ന് തോന്നി. വായിച്ചാ മതി എന്ന് പറഞ്ഞു. വായിച്ച് കേട്ടപ്പോ റെക്കോർഡ് ക്ലാസ് കണ്ടെഴുതുന്നവർക്ക് കേൾക്കുന്നത് ക്ലിയർ ആണ്, ഓഡിയോ ക്ലിയർ ആണ്, വീഡിയോ ബ്ലർഡ് ആവുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അത് ബ്ലർഡ് ആവുന്നുണ്ട്. പിന്നെ ഈ റെക്കോർഡ് ക്ലാസ് അല്ല, ആക്ച്വൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഗ്രൂപ്പിൽ ഇടുമ്പോ നമുക്കത് ക്ലിയർ ആവുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അവർക്ക് ജസ്റ്റ് ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് റെക്കോർഡ് അപ്പാരറ്റസ് റെക്കോർഡിന്റെ. ഓക്കെ, നമുക്ക് അസോസിയേഷൻ ഓഫ് സിമ്പിൾ ആൻഡ് ക്വാണ്ടിറ്റി ആണ് നെക്സ്റ്റ്. ഓക്കെ, അത് ഞാൻ വായിക്കുകയും കൂടെ ചെയ്യാം. പിന്നെ എന്തായാലും തീരാറായി. കേട്ടോ എത്ര പേജും കൂടെ ഇനിയുണ്ടെന്നുള്ളത്. കുറച്ചുണ്ട്. എനിക്ക് തോന്നുന്നു നാളത്തെ ക്ലാസ്സിൽ അശ്വതി മിസ് പറഞ്ഞു കഴിയുമ്പോഴേക്കും തീരുമായിരിക്കും. അടുത്തത് കൾച്ചറൽ ഏരിയ അത്ര പ്രശ്നമൊന്നുമില്ല. അതിൽ ആക്ടിവിറ്റീസ് എന്ന് പറയാൻ കാര്യമായിട്ടില്ല. ജസ്റ്റ് അതെല്ലാം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ അസോസിയേഷൻ ഓഫ് സിമ്പിൾ ആൻഡ് ക്വാണ്ടിറ്റി. So you can start writing. ഞാൻ എന്തായാലും ഒന്ന് റീഡ് ചെയ്തേക്കാം. In this a tray containing of കട്ടായിട്ടുണ്ട് സൈഡ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. Containing of, in this a tray containing of different golden bead units. Units are there. ഞാൻ ആ പിക്ചർ ഒന്ന് കാണിക്കാം. ബീഡ്സ് ഫ്രെയിം നമ്മൾ കണ്ടു, താഴെ കണ്ടു കുറേ ബീഡ്സ് ഉണ്ടാവും. നമ്മളെ എന്താ പറയാ, ഈ ടെൻസിന്റെ വാല്യൂസ് ഇടില്ലേ, 10, 100, 1000 അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഇതിന്റെ അസോസിയേഷൻ ഓഫ് സിമ്പിൾ ആൻഡ് ക്വാണ്ടിറ്റിയിലെ ബീഡ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ ഇതിലെ പിക്ചർ കണ്ടാൽ മനസ്സിലാവുന്നില്ല, നമുക്കത് കിട്ടിയിട്ടില്ല. ആ ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ആകെ ബീഡ്സിന്റെ ആ ഒരു ബീഡ് സ്റ്റെയർ പോലത്തെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളതും അതേ കിട്ടിയിട്ടുള്ളൂ. പിരമിഡ് ഒന്നും നമ്മളുടെ കയ്യിലില്ല. അതായത് നമ്മൾ ടെൻസിന്റെ വാല്യൂസ് ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കില്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂബ് പോലെയാണ്. ഈ ക്യൂബിന്റെ ഇവിടെ ഇങ്ങനെ ബീഡ്സ് 10 ബീഡ്സ് വരുന്ന ഒരു ലെയർ ഉണ്ടാകും. വീണ്ടും താഴെ അടുത്ത ലെയർ, അങ്ങനെ 10 ലെയേഴ്സ് വരും. 10 ലെയേഴ്സ് വരുമ്പോ തന്നെ ഈ ഒറ്റ ഇതില് എത്രണ്ണായി? 100 ആയില്ലേ? ബോക്സിലാണോ? ഇത് ബോക്സ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ക്യൂബ് പോലെ ഇരിക്കും. ഈ ക്യൂബിനകത്ത് നമ്മൾ ആദ്യം കാണുന്ന ഭാഗത്ത് ഫസ്റ്റ് റോയില് 10 ബീഡ്സ് ഇങ്ങനെ ഒരു സ്ട്രിങ് ഉണ്ടാവും. അതിന്റെ താഴെ വീണ്ടും 10 ബീഡ്സ്, അങ്ങനെ താഴെ വരെ 10 റോ ഉണ്ടാവും. അപ്പൊ എത്ര ബീഡായി? 100 ആയോ? 100 ആയി. ആദ്യം 10, രണ്ടാമത്തെ 10 വരുമ്പോ 20 ആയി. പിന്നെ തേർഡ് റോയിൽ വീണ്ടും 10 വരുമ്പോ 30, 40, 50, 60, 70, 80, 90. 10ാമത്തെ റോ വരുമ്പോ 10th റോ വരുമ്പോ വീണ്ടും 10 കൂടെ വരുമ്പോ 100 ആയി. ഇപ്പൊ ആദ്യത്തെ ഈ ഒരു ഫേസ് മാത്രം നോക്കുമ്പോ അവിടെ 100 ബീഡ്സ് ആയി. ഇതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ വീണ്ടും 10 താഴെ വരെ ഉണ്ട്. അപ്പൊ ഈ 100ഉം അതിന്റെ ബാക്കിലേയും കൂടെ ചേർക്കുമ്പോ 200 ആയി. അങ്ങനെ ഇങ്ങോട്ട് 10 വെക്കും. അപ്പൊ ടോട്ടൽ എത്രയായി? മൊത്തം സൈഡ്സും കൂടി കൂട്ടിയിട്ട് 300. ഈ സൈഡിൽ ഇല്ലാട്ടോ, ഈ ബീഡിന്റെ പോയിന്റ്സ് ആണ് ഈ സൈഡിലേക്ക് വരുന്നത്. അതായത് ഇവിടെ നിങ്ങൾ ആദ്യത്തെ ഫേസിൽ എത്ര വന്നു? അത് 100. രണ്ടാമത്തെ വീണ്ടും 100, അങ്ങനെ തേർഡ് വൺ 300.
400, 500. ഫുൾ യൂണിറ്റ് എത്രയായി? 1000 വരും. മനസ്സിലായോ? ഇത് 1000ന്റെ. അതുപോലെ അതിപ്പം നമുക്ക് 3 സെഷൻ എടുക്കുവാണെങ്കിൽ 300. 1, 2, 3 3 എടുത്ത് 300. 5 എടുക്കുമ്പോൾ 500. ആ രീതിയിൽ വലിയ വാല്യൂസ്, ടെൻസിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന വലിയ വാല്യൂസ് കാണിക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാവുന്ന ടൈപ്പ്. ഓക്കെ. പിന്നെ 2 ഡിജിറ്റ് ടെൻസിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന 2 ഡിജിറ്റ്സ് 40, 20, 30 അങ്ങനെ ചെയ്യണമെങ്കിലോ ഒരു സ്ട്രിങ്ങിൽ 10 വീതം ഉണ്ടാകും. അങ്ങനെ 3 എടുക്കുമ്പോൾ 30 ആയി, 4 എടുക്കുമ്പോൾ 40 ആയി. ആ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. പിക്ചർ ക്ലിയർ ആവുന്നില്ല, ഇതെന്തായിരിക്കണേ. ഞങ്ങൾക്ക് ഇതുണ്ടായിരുന്നു. പിന്നെ ബീഡ്സ് പിരമിഡ് ഞങ്ങളെ കാണിച്ചിരുന്നു. പിന്നെ ഈ സിംഗിൾ സ്ട്രിങ്സ്, ടെൻസിന്റെ യൂണിറ്റ്സ്, അത്. പിന്നെ നമ്മൾ ചെയ്തു വെച്ച 1 തുടങ്ങി 10 വരെയുള്ള ഓരോരോ സ്ട്രിപ്പില് ബീഡ്സ് ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പാകത്തിന് 1 to 10 അതൊക്കെയായിരുന്നു. കുറച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്തു വെക്കാം. ഈ ബോർഡിന് എന്താ പറയുക? ഇതിന് സ്പെസിഫിക് നെയിം ഒന്നുമില്ല. ഒരു ട്രേ കൊടുക്കും, ഒരു ട്രേ പ്രൊവൈഡ് ചെയ്യും. അതിനകത്താണ് ഈ ഒരു ബീഡ്സിന്റെ ഈ ഒരു ക്ലൗഡ് ഇരിക്കുന്നത്. അസോസിയേഷൻ ഓഫ് സിമ്പിൾ ആൻഡ് ക്വാണ്ടിറ്റി, അതായത് ക്വാണ്ടിറ്റിയെ ഇത് ചെയ്യാനായിട്ട് യൂണിറ്റ്സ്, ടെൻസിന്റെ വാല്യൂസ്, അങ്ങനത്തെ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൊവൈഡഡ് വിത്ത് എ ട്രേ. പിന്നെ നമ്പർ കാർഡ്സും ഉണ്ടാവും ഇതിനകത്ത്. നമുക്കിത് തന്നെ വലിയ വലിയ വാല്യൂസ്, ഇതിന്റെ തന്നെ കുറെ സെറ്റ്സ് ഉണ്ടാവും. ഇപ്പൊ വലിയ വാല്യൂസ് 2000 എടുക്കാൻ പറയുമ്പോൾ കുട്ടികൾ അതിനനുസരിച്ച് ഇങ്ങനെ കൗണ്ട് ചെയ്ത് 2000 എടുക്കും. അങ്ങനെ അതിന് വേണ്ടുന്ന നമ്പർ കാർഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കുട്ടികളെ ചെറിയ ക്ലാസ്സിൽ അങ്ങനെ പഠിപ്പിക്കാറില്ലേ? 100 വരെ പഠിപ്പിച്ചിട്ട് പിന്നെ 1000, 2000 അല്ലെങ്കിൽ 200, 300 അങ്ങനത്തെ വാല്യൂസ് പിന്നെ ഫെമിലറൈസ് ചെയ്യിക്കാറില്ലേ KG കുട്ടികളെ? അതുപോലെ തന്നെയാണ് ഇത് ബീഡ്സ് വെച്ചിട്ട് അത് അവരെ ഫെമിലറൈസ് ചെയ്യും. അവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് സ്ട്രിപ്സും പേപ്പർ സ്ട്രിപ്സും അതുപോലെ തന്നെ പെൻസിലൊക്കെ ഉണ്ടാകും. അപ്പൊ എപ്പോഴും നമ്മളെ ഒരു മോണ്ടിസോറി സ്കൂളിൽ ചെന്ന് കുട്ടികളെ ചെയ്യിക്കാനായിട്ട് പോകുമ്പോൾ നമുക്കറിയാം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് 4 എണ്ണം ഉണ്ട്. അപ്പോ ഈ 4 ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യിക്കണമെങ്കിൽ കുട്ടികൾ ആദ്യം എന്ത് തരവാവണം? നമ്പേഴ്സ് നല്ലപോലെ ഫെമിലറൈസ് ആണ്. പിന്നെ കൗണ്ടിങ് അല്ലെ? കാരണം നമ്മൾ ബീഡൊക്കെ കൗണ്ട് ചെയ്തല്ലേ എടുക്കുന്നത്. ഒരു നമ്പർ പറയുമ്പോൾ അവർ കറക്റ്റ് അത് കൗണ്ട് ചെയ്തെടുക്കും. അല്ലെങ്കിൽ ഇപ്പൊ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ പറയുമ്പോൾ നമുക്കൊരു സ്ട്രിപ്പ് കാർഡ് ഉണ്ട്. അപ്പൊ അവർക്ക് 6 എന്നുള്ള നമ്പർ പറഞ്ഞാൽ 6 എഴുതിയിട്ടുള്ള സ്ട്രിപ്പ് കാർഡ് അറിയണമെങ്കിൽ 6 എന്നുള്ള നമ്പർ അവർക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം അല്ലെ? അറ്റ്ലീസ്റ്റ് വായിക്കാൻ റീഡിങ് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 6ന് പകരം അവർ 4 എടുക്കാം, 7 എടുക്കാം. സോ അതുകൊണ്ട് നമ്മൾ ഓരോ ആക്ടിവിറ്റിയിലേക്കും കുട്ടികൾ ആക്ടിവിറ്റി അവരുടെ ചോയ്സ് ആണ്. നമ്മൾ മെത്തേഡിൽ പഠിക്കുന്നുണ്ട്, അവർക്ക് പോയി ഇഷ്ടമുള്ളത് എടുക്കാം. ബട്ട് അവർ പോയി ഡിവിഷൻ എടുക്കുവാണ്. ദേ ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദ നമ്പേഴ്സ്, ദേ ആർ നോട്ട് പ്രാക്ടീസ് വിത്ത് ദ കൗണ്ടിങ്. ആ ഒരു ലെവലിലുള്ള കുട്ടിക്ക് ഒരിക്കലും ഡിവിഷൻ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ അറിയില്ല. സോ ആ സമയത്ത് നമ്മൾക്ക് ഫെസിലിറ്റേറ്റർക്ക് ഇടപെടാം. അപ്പൊ അവരെ വേഗം ഇത് കൗണ്ടിങ് അല്ലെങ്കിൽ നമ്പർ ഫെമിലറൈസേഷൻ ചെയ്യിക്കുക. ദെൻ അവർ ഇതിലേക്ക് തിരിച്ചുവിടും. അതാണ് ഫെസിലിറ്റേറ്റർ ഇടപെടേണ്ട സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴാണ്. വി കൻ ആസ്ക് ഇൻ വൈവ ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വൈവയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ലേ? ഒരു കുട്ടിക്ക് കൗണ്ടിങ്ങും അറിയില്ല, നമ്പർ കറക്റ്റ് ഫെമിലറൈസ് ആയിട്ടില്ല, ബട്ട് ഹി ജസ്റ്റ് ഗോ ടു ദ ഷെൽഫ് ആൻഡ് ടേക്ക് ദാറ്റ് ഡിവിഷൻ ബോർഡ്, വാട്ട് യു വിൽ ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റും. നിങ്ങൾ ഫസ്റ്റ് കുട്ടിയെ അത് ആദ്യം ഡിവിഷൻ ബോർഡ് കുട്ടൊന്ന് കണ്ടോട്ടെ, അതെല്ലാം കണ്ട് അതിന് ശേഷം പറയണം നമുക്കിത് ചെയ്യണമെങ്കിൽ നമുക്ക് കൗണ്ടിങ് എന്താന്ന് നോക്കാം, അങ്ങനെ പഠിക്കാമെന്നോ ആ രീതിയിലല്ല നമ്മൾ പറയണേ. കൗണ്ടിങ് നമുക്ക് ആദ്യം ചെയ്ത് നോക്കിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ യു വിൽ റെഡി ഫോർ ഡൂയിങ് ദാറ്റ് കൗണ്ടിങ്. ആ രീതിയിൽ വേണം നമ്മളെ കുട്ടികളെ മാറ്റി കൊണ്ടുവരാനായിട്ട്. സോ അതാണ്. ഓക്കെ, സോ
പിന്നെ മോണ്ടിസോറി സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവര് ശരിക്കും ആലോചിച്ചിട്ട് വേണം ഓരോ മെറ്റീരിയൽസും സെലക്ട് ചെയ്യാൻ. ഓടിപ്പോയി ചിലപ്പോൾ ചില സ്കൂൾസ് ഒക്കെ ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ അവർ തന്നെ ഒരുമിച്ച് വിൽക്കാൻ അങ്ങനത്തെ ഒക്കെ പ്ലാൻ ഉണ്ടാവും. ശരിക്കും പോയി നോക്കി അതിന്റെ ക്വാളിറ്റി എല്ലാം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോ പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറി സ്കൂളിൽ യൂസ് ചെയ്യുന്നതെന്നും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്ന് അപ്ഡേറ്റഡ് ആവുന്നുണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ച് വേണം എല്ലാം ചെയ്യാൻ. പിന്നെ എപ്പോഴും വുഡൻ മെറ്റീരിയൽസ് തന്നെ ഓപ്റ്റ് ചെയ്യുക. പ്ലാസ്റ്റിക് ഒരിക്കലും മോണ്ടിസോറിയിൽ പ്ലാസ്റ്റിക് വരുന്നില്ല. ഓക്കെ, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒന്നും എടുക്കാതിരിക്കുക. അതൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് നാശമായി പോകും. വുഡ് ആകുമ്പോൾ നമുക്ക് പോളിഷ് ചെയ്ത് വെക്കാം, ക്ലീൻ ചെയ്ത് വെക്കാം, അതൊക്കെ പറ്റും. അത് നോക്കുക. അപ്പൊ ഓക്കെ, നമുക്ക് അതൊന്ന് എഴുതിയിട്ട് ഇപ്പൊ 8:20 ആവാറായി. നമുക്ക് 8:30 ആവുമ്പോഴേക്കും ഈ സ്ട്രിപ്പ് ബോർഡ് സബ്ട്രാക്ഷൻ ഒന്നുകൂടെ നോക്കാം, മൾട്ടിപ്ലിക്കേഷൻ ഒന്നുകൂടെ നോക്കാം. സോ മോസ്റ്റ് പ്രോബബ്ലി ടുമാറോ നിങ്ങളുടെ ക്ലാസ് വൈൻഡപ്പ് ആവും. ബട്ട് ഇഫ് യു നീഡ് ടു ഡു എനി ഓഫ് ദ ആക്ടിവിറ്റീസ് വിത്ത് ദ മെറ്റീരിയൽസ് വെനസ്ഡേ നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു കൊണ്ടുവരും. കാരണം അടുത്ത ബാച്ചിന് തുടങ്ങിയല്ലോ. വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ദിവസം സെഷൻസ് വെച്ച് മെറ്റീരിയൽസ് മാത്രമായിട്ട് നമുക്ക് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം. കാരണം അപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കും കൂടെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. നാളെയും കൊണ്ട് നമ്മൾ മോഡ്യൂൾ 3 വൈൻഡപ്പ് ചെയ്യുവാണ്. മിസ്സിന്റെ സെഷൻ കൂടെ കഴിയുമ്പോൾ മോഡ്യൂൾ 3 വൈൻഡപ്പ് ചെയ്യും. വൈൻഡപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻ ബിറ്റ്വീൻ അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയവും ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സമയങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ. PG ചെയ്യുന്നവർക്ക് PGയുടെ നോക്കാനും ഒക്കെ ടൈം ഉണ്ടാവും. സോ അതിനനുസരിച്ച് ചെയ്യാം. അങ്ങനെ പോരെ? അതോ ക്ലാസ്സിൽ വന്ന് വെറുതെ 1 hour കളയണോ? ആലോചിച്ചു. ലാസ്റ്റ് ക്ലാസ് മീൻസിന്റെ ഓൺലൈൻ ക്ലാസ്. യെസ്, ഓൺലൈൻ ക്ലാസ് നാളെ കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇനി വർക്കുകൾ പെൻഡിങ് ഉള്ളത് തീർക്കാൻ പറ്റും. പിന്നെ എക്സാമിന്റെ ടൈം മിക്കവാറും ഫെബ്രുവരി മിഡ് ഒക്കെ കഴിയുമ്പോഴേക്കും മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. സോ യു ക്യാൻ സ്റ്റാർട്ട് റിവിഷൻസ് ഓർ എനിത്തിങ്. പിന്നെ നിങ്ങൾക്ക് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് കുറച്ചുകൂടെ ക്ലിയർ ആവാനുണ്ടെങ്കിൽ യു ക്യാൻ സജസ്റ്റ്. അതൊക്കെ അപ്പൊ നമുക്ക് എടുക്കാനുള്ള ടൈം ആയിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ വെക്കാം. ഫെബ്രുവരി തന്നെ ഉണ്ടാവോ മാം? മെയിൻ എക്സാം ഫെബ്രുവരിയിൽ ആവാൻ ചാൻസ് ഇല്ല. എനിക്ക് ടൈം ടേബിൾ കിട്ടിയിട്ടില്ല. മാം ഒരു റഫ് ആയിട്ടൊരു ടൈം തന്നിട്ടേ ഉള്ളൂ. അപ്പൊ എന്താ വെച്ചാല് നമ്മളുടെ ഈ മോഡൽ എക്സാം നമ്മളിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ദിവസം 2 എക്സാം എന്നാണല്ലോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഫ് വി ആർ നോട്ട് കംഫർട്ടബിൾ നമ്മൾ മെയിൻ എക്സാം ഓരോന്നേ വെക്കുള്ളൂ. മോഡൽ എക്സാം വരുന്ന ദിവസം PGയുടെ ക്ലാസ് വരുവാണെങ്കിൽ PG ക്ലാസ് ക്യാൻസൽ ചെയ്യാനാ അന്നത്തെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി പോകില്ലേ? അപ്പോ ആ രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് മിസ് ഒന്ന് അയക്കാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കിട്ടിയിട്ടില്ല. ഫെബ്രുവരി 17th സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. 17th സ്റ്റാർട്ട് ചെയ്ത് മെയിൻ എക്സാം മാർച്ച് ഫസ്റ്റ് വീക്ക്. അതിന്റെ മെയിൻ എക്സാമിന്റെ ഇൻ ബിറ്റ്വീൻ ടൈം ഉണ്ടാകും. മെയിൻ എക്സാം ഇപ്പോ ഒരു പേപ്പർ ഒരു സബ്ജക്ട് ഒരു ദിവസമായിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങൾ കംഫർട്ടബിൾ ആണ്, ഓക്കെ ആണ്, മോഡൽ എക്സാം കഴിയുമ്പോഴേക്കും ഓക്കെ നിങ്ങൾക്ക് 2 എഴുതാൻ പറ്റും എന്ന് നിങ്ങൾക്കൊരു ഫീൽ വരുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് 3 ദിവസം കൊണ്ട് തീർക്കാം. ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. 2-3 days ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും മാർച്ച് ഫസ്റ്റ് വീക്കില് മെയിൻ എക്സാം കഴിയും. അപ്പൊ മെയിൻ എക്സാം കഴിഞ്ഞിട്ട് പതുക്കെ വൈവ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കാം. അപ്പൊ PGയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. സോ മൊഡ്യൂൾ എക്സാം മൊഡ്യൂളില് പിന്നെ 3 5 പാർട്ട് എന്തോ ഇല്ലേ? 5 പാർട്ട് എത്ര പാർട്ടുണ്ട്? 5 പാർട്ട് എന്തോ ഉണ്ടല്ലോ. കൾച്ചറൽ ഏരിയ ആണോ? സയൻസ് ഏരിയ? ഫോണിറ്റിക്സ് വരുന്നുണ്ട്. മോഡ്യൂൾ 2 ആണോ പറയുന്നേ? മൊഡ്യൂൾ 3 ഇപ്പൊ മൊഡ്യൂൾ 3 നിങ്ങൾ എഴുതിക്കോ. ഞാൻ എപ്പോഴേക്കാ സിലബസ് ഒന്ന് നോക്കാതെ വായിക്കണോടെ.
മൊഡ്യൂൾ 3-യിലെ പാർട്ട് 5 ആണ് ഉദ്ദേശിച്ചത്? അതെ മാം. ഇപ്പൊ 3 അല്ലേ എടുക്കുന്നത്? ഞാൻ എടുക്കുന്നത് 3-യിലെ ഓൾമോസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞു. 3 ലാംഗ്വേജ് ഏരിയ അല്ലേ? ലാംഗ്വേജ് ഏരിയയിലെ യൂസ് ഓഫ് ഫോണറ്റിക്സ് അതാണ് ഉദ്ദേശിച്ചത്. അതെ. ഫോണറ്റിക്സ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് എടുക്കുന്നവർ തന്നെ ഫോണറ്റിക്സ് പറഞ്ഞു തരണം. പിന്നെ അത് മാത്രമല്ല, ഫോണറ്റിക്സ് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ശബ്ദം കേട്ടിട്ടേ ഈ ആൽഫബറ്റ്സിന്റെ എല്ലാം ശബ്ദം നമ്മളൊന്ന് ഫെമിലറൈസ് ചെയ്യണം. ഏന്നുള്ള ആ ഒരു ലെറ്ററിന്റെ ഫോണറ്റിക് സൗണ്ട് അങ്ങനെയാണ് വരുന്നത്. പിന്നെ സിക്ക് നമ്മള് ക വരുന്നുണ്ട്. അങ്ങനെ പല പല ശബ്ദങ്ങൾ വരുമല്ലോ. ജി വരുന്നുണ്ട്, ജി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ സൗണ്ട് ഫെമിലറൈസ് ചെയ്യാം. ഇംഗ്ലീഷിന്റെ സാറാവും എടുക്കുക. സാറ് ഫോണറ്റിക്സ് എടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് വേറെ ആരെങ്കിലും എടുക്കാന്ന് പറഞ്ഞ അശ്വതി മാം പറഞ്ഞേ. അതിന്റെ ഞാൻ മാമിനോട് ചോദിച്ചു നോക്കട്ടെ. കാരണം ഇംഗ്ലീഷ് എടുക്കുന്നവർക്കാണ് ഫോണറ്റിക്സ് അറിയാവുന്നത്. ഞാനൊക്കെ ഫോണറ്റിക്സ് തന്നെ പഠിക്കുമായിരുന്നു. തന്നെ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേറൊരാൾ പറഞ്ഞു തന്ന ഫോണറ്റിക്സ് ശരിക്കും ക്ലിയർ ആവണമെന്നില്ല. നമ്മൾ തന്നെ അത് നോക്കിയിട്ട് ശബ്ദം മനസ്സിലാക്കണം. ആക്ച്വലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ഓരോ ആൽഫബറ്റ്സിന്റെയും ഫോണറ്റിക് സൗണ്ട് എന്താന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. അതിൽ കൂടുതൽ പറഞ്ഞുതരാൻ പറ്റില്ല അതിനകത്ത്. അത് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചപ്പോ അതിൽ നമ്മൾ ഫോണറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതില് ശരിക്കും അക്ഷരങ്ങള് ശരിക്കും നമ്മൾ തന്നെ പഠിക്കണത്. അപ്പോഴാണ് കറക്റ്റ് ആവുള്ളൂ. ഞാനും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ്സിന് പോയപ്പം സാർ ആക്ച്വലി ആ ഒരു സൗണ്ട് മാത്രമേ നമുക്ക് പറഞ്ഞു തന്നുള്ളൂ. പിന്നെ നമ്മൾ ഓരോ വേർഡ് കേൾക്കുമ്പോൾ എന്താണ് ആ ഫോണറ്റിക് സൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ തന്നെ അത് പറഞ്ഞു നോക്കുകയൊക്കെയായിരുന്നു. മാം സൈഡിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യോ? ഗോൾഡൻ ബീഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗം കറക്റ്റ് ആണ്. അത്രയും ഉള്ളൂ. അത് കട്ടായതാ. ഫോട്ടോ എടുത്തപ്പോ കട്ടായിരിക്കുന്നതാ. ഞാനത് വായിക്കാം. സോ ഇൻ ദിസ് a tray containing of different golden bead units are there. Along with that, different number cards are also there. According to the number cards, the beads and bead unit can be arranged. Beads and bead unit can be arranged. നമ്മൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഈ സംഭവം. മാം 29th വരുമ്പോ എല്ലാ റെക്കോർഡ്സും കൊണ്ടുവരണോ? വേണ്ട വേണ്ട. നിങ്ങൾ ലെസ് ലഗേജ്, അതായിരിക്കും മോർ കംഫർട്ട്. ആ രീതിയിൽ വന്നാൽ മതി. ഒരു ബുക്കോ എന്തെങ്കിലും കരുതിക്കൂ. ഈ അപ്പാരറ്റസ് റെക്കോർഡ് കൊണ്ടുവരണ്ട? കയ്യിലുണ്ടെങ്കിൽ നല്ലതാ. വായിച്ചൊക്കെ നോക്കണം തോന്നുവാണെങ്കിൽ കൊണ്ടുവരാൻ. മാം അപ്പൊ സയൻസ് അപ്പാരറ്റസിൽ വരുന്നത് ഓൺലി കൾച്ചറൽ ഏരിയ മാത്രമാണോ? കൾച്ചർ ഏരിയയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ്സ് ഉണ്ടാകും. പിന്നെ കംപ്ലീറ്റ് ഒരു ഹാളിൽ ഇതിന്റെ പിക്ചേഴ്സ് ആയിരിക്കും ആ ഏരിയയിൽ വെച്ചിരിക്കുന്നത്. അറ്റ്ലസ്, ഗ്ലോബ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, സോളാർ സിസ്റ്റം, അതിന്റെയൊക്കെ പിക്ചേഴ്സ്. നമുക്ക് അതൊന്നും നാച്ചുറൽ ആയിട്ട് അതൊന്നും വെക്കാനായിട്ട് പറ്റില്ലല്ലോ. സുവോളജി ഷെൽഫ് ഉണ്ടാവും. അതില് എന്താ പറയാ, അനിമൽസിനെ കുറിച്ചുണ്ടാകും. അവരുടെയൊക്കെ പിക്ചേഴ്സ് നമ്മൾ കളക്ഷൻ ബുക്ക് ചെയ്തില്ലേ, അതിന്റെയൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പിക്ചേഴ്സ് ആ ഒരു ഏരിയയിൽ നിറയെ ഉണ്ടാകും. ഒരു
റൂമിനകത്ത് ആ ഒരു രീതിയിൽ വെക്കും. അങ്ങനെയൊക്കെ മാം ഇതിനൊക്കെ പിക്ചേഴ്സ് എപ്പോഴാ കിട്ടുക? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ സാർ അത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അത് അല്ലെങ്കിൽ അയച്ചു തരും, എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അങ്ങനെ ഒന്നുകൂടെ അവരെ ഓർപ്പിക്കാം. മാം ആ സയൻസ് ഏരിയയിലുള്ളത് നമ്മൾ റെക്കോർഡിൽ വരുമോ? റെക്കോർഡിൽ വരുമെന്നോ? നമുക്ക് റെക്കോർഡിൽ എഴുതാനുണ്ട്. ബോട്ടണി ഷെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സയൻസ് ഷെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സുവോളജി ഷെൽഫ് ഉണ്ട്. അതോടുകൂടി ആ ഒരു ഇത് തീരുവ. കൾച്ചറൽ ഏരിയ, സയൻസ് ആൻഡ് അതർ കൾച്ചറൽ അപ്പാരറ്റസ്. ഞാൻ ഒട്ടിച്ചൊക്കെ എല്ലാം പുറത്തേക്ക് പോകുന്നു. അറ്റ്ലസ്, ഗ്ലോബ്, മാപ്പ്, കലണ്ടർ ഒക്കെ വെക്കാം. നമ്മൾ ഈ ചെറിയൊരു കുട്ടികൾക്ക് ഒരു ബോക്സ് പോലത്തെ സാധനം വാങ്ങിച്ചു കൊടുക്കില്ലേ, അതിൽ കുഞ്ഞു കുഞ്ഞു അനിമൽസിന്റെ രൂപങ്ങൾ ഉണ്ടാവില്ലേ? കുറച്ച് ക്വാളിറ്റിയുള്ള സാധനം, ഇങ്ങനെ വൈൽഡ് അനിമൽസും ഡൊമസ്റ്റിക് അനിമൽസും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള കാണും. അവരുടെ ഒരു ഏജ് വരുമ്പോ അവർക്ക് കളിക്കാനായിട്ടൊക്കെ കൊടുക്കില്ലേ? ഈ റബ്ബറിൽ കിട്ടും അങ്ങനത്തെ ആ അതന്നെ. മെറ്റീരിയൽ, റബ്ബർ മെറ്റീരിയൽ മോൾക്കൊക്കെ മുമ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറെ കളക്ഷൻ ഓഫ് ആനിമൽസ്. അങ്ങനെ കുറെ ആകുമ്പോ ഇവര് എന്തെങ്കിലും സ്റ്റോറി ഒക്കെ നറേറ്റ് ചെയ്യുമ്പോ അവര് ആനിമൽസിനൊക്കെ യൂസ് ചെയ്ത് അതിനെ മൂവ് ചെയ്തതൊക്കെ കുട്ടികൾ ഇങ്ങനെ ആക്ടിവിറ്റി കാണിക്കും. ഓക്കെ, സോ മെയിൻ ഫീച്ചേഴ്സ് ആൻഡ് സ്പെഷ്യാലിറ്റീസ് അതും കൂടെ ഞാൻ വായിച്ചേക്കാം. ക്ലാസ് കേൾക്കുന്നവർക്ക് മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ്, വെരി അട്രാക്റ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ബീഡ്സ് അല്ലേ, നല്ല ഗോൾഡൻ കളർ ഷൈനിങ് ആയിട്ടുള്ള ബീഡ്സ് ആണ്. അങ്ങനെ ഈ അതിന്റെ കളറ് പൊളിഞ്ഞു പോകാത്ത ആ ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ബീഡ്സ് ആണല്ലോ, അവർ ഇവരുടെ കുഞ്ഞു ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് അത് എടുക്കുന്നത്, കൗണ്ട് ചെയ്യാനൊക്കെ എടുക്കും. സോ അത് ടച്ച് ചെയ്യുമ്പോൾ ഉള്ള ആ സെൻസ്, സോ ടാക്ടൈൽ സെൻസ് ഇംപ്രൂവ്സ്. മേക്കിംഗ് ക്വാണ്ടിറ്റി അക്കോർഡിംഗ് ടു ദ സിംബൽസ്. കൊടുക്കുന്ന നമ്പർ കാർഡ്സ് വെച്ചിട്ടോ അതിനനുസരിച്ച് അവർ ആ ക്വാണ്ടിറ്റി, അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി അവരെടുത്ത് വെക്കും. പിന്നെ പ്ലേസ് വാല്യൂ ഓഫ് ഈച്ച് നമ്പർ ക്യാൻ ബി ഐഡന്റിഫൈഡ് ഈസിലി. നമ്മൾ ടെൻസ് അവരെ പഠിപ്പിക്കുന്നു, 200, 300 അങ്ങനെ ഹൺഡ്രഡ്സിന്റെ വരുന്ന വാല്യൂ പഠിപ്പിക്കുമ്പോൾ ഓരോ പ്ലേസിന്റെ വാല്യൂ, ഓരോ നമ്പറിന്റെ ടെൻസ്, വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, ആ ഒരു പ്ലേസ് വാല്യൂ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകാനായിട്ട് പറ്റും. ഫെമിലറൈസിങ് വിത്ത് ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് സിംബൽസ്. ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ സിംബൽസും. ഇപ്പൊ നമ്പേഴ്സ് കൊടുക്കുക, 2 എന്നുള്ള നമ്പർ അവർ ഐഡന്റിഫൈ ചെയ്യും. 2 എന്ന് പറഞ്ഞാൽ എത്ര ബീഡ്സ് വേണം, ആ ഒരു ക്വാണ്ടിറ്റിയും സിംബൽ ആ ന്യൂമറലും അവർ മനസ്സിലാക്കും. ബ്രെയിൻ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ. ഇത് വരുന്നത് ബ്രെയിൻ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ. ഓക്കെ, സോ അപ്പൊ ആ ഒരു ക്യൂബ് പോലെ വരുന്നത് 1000. ഓക്കെ, ഒറ്റ ഒരു സ്ട്രിപ്പ് എന്ന് പറയുമ്പോഴേക്കും 100 അല്ലേ? ടെൻസിന്റെ 10 നമ്പർ വരുന്ന ബീഡിന്റെ ഓരോ സ്ട്രിങ്ങും 10 തവണ ഫിക്സ്ഡ് ആയിട്ട് അതിങ്ങനെ ഇരിക്കും. സോ അത് 100ന്റെ വാല്യൂ. ദെൻ 1000ന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ആ ക്യൂബിക്കൽ ഷേപ്പ്, അതിലങ്ങനെ 10 സ്ട്രിങ്സ് ഉണ്ടാകും. അതായത് 100ന്റെ ആ ഒറ്റ സ്ട്രിപ്പ് തന്നെ ഇങ്ങനെ 10 എണ്ണം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. മാം അതൊക്കെ സെപ്പറേറ്റ് ആണോ ആ ക്യൂബ്, അതോ അതിന്ന് സെപ്പറേറ്റ് ചെയ്യണതാണോ? ക്യൂബ് അങ്ങനെ ഇരിക്കുക, ക്യൂബ് അങ്ങനെ തന്നെ ഇരിക്കുക. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഹൺഡ്രഡ്സ് സെപ്പറേറ്റ് വേറെ ഉണ്ടാകും, ഫുൾ ക്യൂബ് അങ്ങനെ ഉണ്ടാവും. അതായത് എങ്ങനെയാ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അത് മനസ്സിലായി. മൊത്തം ക്യൂബായിട്ട് സെപ്പറേറ്റ് ആണ്,
പിന്നെ വാല്യൂസ് 100, 300 അങ്ങനെ സെപ്പറേറ്റ് ഉണ്ട് അല്ലേ? 300 സെപ്പറേറ്റ്. 100ന്റെ ആ ഒരു പ്ലാങ്ക് പോലത്തെ ഭാഗം ഉണ്ടല്ലോ, അതായത് 100 ഒറ്റ പ്ലാങ്ക് ആയിട്ടായിരിക്കുന്നത്. ആ 100-നകത്ത് 10 റോസ് ഉണ്ടാകും. ഓരോ റോയിലും 10 ബീഡ്സ് ആണ്. അങ്ങനെ 10 ബീഡ്സ് വരുന്ന ഓരോ സ്ട്രിങ്ങും 10 റോസ് ഉണ്ടാകും. അത് ഒറ്റ പ്ലാങ്ക് പോലെ ഇരിക്കും. അതിന്ന് ഇത് ലൂസ് ആകില്ല. അപ്പൊ അത് 100ന്റെ വാല്യൂ. സോ 300 ആക്കണമെങ്കിൽ അങ്ങനെ 3 പ്ലാങ്ക് വെക്കണം. അപ്പൊ 300 ആയി. 400 വെക്കാൻ പറയുവാണെങ്കിൽ അങ്ങനത്തെ 4 പ്ലാങ്ക്സ് വെക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അതായത് ഇങ്ങനെ 10 റോസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു ഇത് ഈ സൈസിലുള്ള ഒരു ബോർഡാണെന്ന് വിചാരിക്കുക. മുകളില് 10 ബീഡ്സ് ഉള്ള ഒറ്റ റോ, ഒരു സ്ട്രിങ് വെച്ചു. അതിന്റെ താഴെ ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്ന 10 എണ്ണം നമുക്ക് ഉണ്ടാകും. അപ്പൊ ടോട്ടൽ 100 ആയി. ഓരോ റോയിലും 10 ബീഡ്സ് വെച്ചിട്ട്. ഇത് ഫിക്സ്ഡാ, നമുക്ക് ഇതിന്ന് ഇളക്കി മാറ്റാനോ ഒന്നും പറ്റില്ല. അപ്പൊ 100 ആയി വാല്യൂ. ഇനി 200 വെക്കാൻ പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ വരും. 2 എണ്ണം വയ്ക്കുമ്പോ 200 ആയി. അങ്ങനെ 3 പ്ലാങ്ക് വെക്കുമ്പോഴേക്കും 300 ആയി. ഓക്കെ, ഇനി 1000ന്റെ ഒറ്റ യൂണിറ്റ് ക്യൂബ് പോലെ ഇരിക്കും. ഫസ്റ്റ് പ്ലാങ്ക് വന്നു, 100 വാല്യൂ. അങ്ങനെ 10 എണ്ണം ബാക്കിലായിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ ആദ്യത്തെ ഉൾപ്പെടെ ഇങ്ങനെ ടെൻസ് വരും. ആദ്യത്തെ 100, അതിന്റെ പുറകെ 200, 300, അങ്ങനെ അത് ഒറ്റ ഫിക്സ്ഡാ. അതിനെ നമുക്ക് ഇളക്കാൻ പറ്റില്ല. സോ ആ യൂണിറ്റ് 1000 ആ. ഓക്കെ, അപ്പൊ 1000ന്റെ ഒറ്റ യൂണിറ്റ് ഉണ്ട്, 100ന്റെ ഒറ്റ യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 10ന്റെ ഒറ്റ യൂണിറ്റ് ഉണ്ട്. ഇത് തന്നെ കുറെ സെറ്റ്സ് ഉണ്ടാവും. ഈ 1000ന്റെ ചിലപ്പോൾ ഒരെണ്ണേ കാണുള്ളൂ, 1, 2, 3 ഒക്കെ കാണുള്ളൂ, ഡിപ്പെൻഡിങ് ഓൺ ദ സ്കൂൾ. കൂടുതൽ സെറ്റ്സ് അവർ വാങ്ങിച്ചു വെക്കുകയാണ്. കാരണം 2000 ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഈ ഒരു ക്യൂബും പിന്നെ ഒരു ക്യൂബും കൂടെ വെക്കുമ്പോൾ നമുക്ക് 2000 ആയി. പിന്നെ 100ന്റെ പ്ലാങ്ക് ചിലപ്പോൾ കുറെ ഉണ്ടാകും. 200 ചെയ്യാൻ പറയുമ്പോഴേക്കും 2 പ്ലാങ്ക് വെച്ചു. 300 ആവുമ്പോൾ 3 പ്ലാങ്ക്, അങ്ങനെ വെച്ച് പോകാം. പിന്നെ ടെൻസ് ആണ്. ഒറ്റ സ്ട്രിങ്ങില് 10 എണ്ണം ഉള്ളത് നമുക്കറിയാം. അതുപോലെ 2 സ്ട്രിങ് വെച്ചാൽ 20 ആയി. 9 സ്ട്രിങ്സ് വെച്ചാൽ 90 ആയി. 100 ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഒരു പ്ലാങ്ക് എടുത്ത് കാണിച്ചാൽ മതിയല്ലോ. അതുപോലെ 10 എണ്ണത്തിന്റെ എടുക്കണ്ടല്ലോ. സോ 100 ആവുമ്പോൾ ഈ ഒറ്റ പ്ലാങ്ക് യൂസ് ചെയ്യുക. 90 പറയുവാണെങ്കിൽ ടെൻസിന്റെ നമ്മൾ ഉണ്ടാക്കിയ സ്ട്രിങ് ഇല്ലേ, ഇതുപോലത്തെ സ്ട്രിങ്സ് നമ്മൾ ഉണ്ടാക്കുമല്ലോ, അങ്ങനത്തെ ടെൻസ് വരുന്ന 10 എടുത്ത് 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 20 ആയി. 3 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 30 ആയി. ഓക്കെ, 9 ഇതുപോലത്തെ സെറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 90 ആയി. 100 എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ആ ഒറ്റ പ്ലാങ്ക് മതി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും, അത് വാങ്ങിക്കുന്നത് തന്നെ നല്ലത്. ബീഡ്സ് ഫ്രെയിമിന് എന്റെ റേറ്റ് എനിക്ക് അത്ര നിശ്ചയില്ല കേട്ടോ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് നമ്മൾ സബ്ട്രാക്ഷൻ അതൊക്കെ കാണിക്കാനായിരുന്നു. കൊച്ചിനെ നോക്കിട്ട് കേട്ടോ. ഓക്കെ, സോ ഇത് എഴുതിയല്ലോ. അതിന് അസോസിയേഷൻ ഓഫ് സിമ്പിൾ ആൻഡ് ക്വാണ്ടിറ്റി, വലിയ ക്വാണ്ടിറ്റി പഠിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റീസ്, ടെൻസിന്റെ യൂണിറ്റ്സ് ആയിരിക്കും, ക്വാണ്ടിറ്റീസ് അവർ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് പേജ് ഒന്ന് ആക്കി വെക്കാം. അപ്പോഴേക്കും ഞാൻ കൊച്ചിനെ വിളിച്ചൊന്ന് സെറ്റ് ചെയ്യട്ടെ. പിക്ചർ കണ്ടാ മനസ്സിലാവുന്ന എനിക്കറിയില്ല. ഇങ്ങനെ തൗസൻഡ്സിന്റെ ഇപ്പൊ 3 100ന്റെ വെച്ചിട്ടുണ്ട്. സോ 300. പിന്നെ 1, 2, 3, 4 10 ബീഡ് വരുന്ന സ്ട്രിങ് ഇല്ലേ, അത് 4 എണ്ണം വെച്ചു. സോ 40. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ബീഡ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബീഡായിട്ട് കൗണ്ട് ചെയ്ത് ഒരു കുഞ്ഞു പാത്രത്തിൽ വെച്ചിരിക്കുവാണ്. 5 എണ്ണം. കാണാൻ പറ്റുന്നില്ല പിക്ചർ, സൂം ചെയ്താൽ കാണാം. ചെയ്യുമ്പോ ക്ലാരിറ്റി കുറവാ. കണ്ടോ, ഇപ്പൊ ക്ലിയർ ആവും, കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം, ബോളിൽ ഇങ്ങനെ ഇട്ടിരിക്കല്ലേ. ഇതിലിങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്ത് 5 ഇട്ടിരിക്കുന്നു. അപ്പം 1's പ്ലേസ് മനസ്സിലാവുന്നു, 10's പ്ലേസ് മനസ്സിലാകും, 100 പ്ലേസ് മനസ്സിലാവുന്നു. അങ്ങനെ 1000ന്റെ ഇങ്ങനെ ഇരിക്കും, ഒറ്റൊരു ക്യൂബ് പോലെ. ഈ ഓരോ റോയിലും 10 എണ്ണം ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ നോക്കിയാലും അത് 10 ആയിരിക്കും, ഇങ്ങനെ എടുത്ത് നോക്കിയാലും 10 ആയിരിക്കും. ആ ഒരു രീതിയിൽ ഇത് 3 പ്ലാങ്ക്സ് വെച്ചിരിക്കുക.
ടെൻസിന്റെ 10 വരുന്ന 100 അപ്പൊ 100 നമ്പേഴ്സായി, അങ്ങനെ 3, സോ 300. അങ്ങനെ അവർക്ക് വെച്ച് കൊടുക്കുന്നതിനനുസരിച്ച് അവർ വിത്ത് ഓരോന്നും സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ എപ്പോഴും മാറ്റിൽ വെച്ച് വേണം ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറി മെറ്റീരിയൽസ് മാറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിൽ വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ഒരു റഗ് നിങ്ങൾക്ക് കാണാലോ, അതാണ് മെത്തേഡ്. മാം ഈ 5 എന്നുള്ളിടത്ത് 5 ബീഡ്സ് ആണോ ആ ഒരു ഇതില്? സെപ്പറേറ്റ് മുത്തുകളില്ലേ, ആ അതായത് ഇതുപോലത്തെ സെപ്പറേറ്റ് മുത്തുകൾ കാണാൻ പറ്റും നമ്മുടെ കയ്യിൽ. കാണുന്നു. ഇത് നമ്മളുടെ ഡിവിഷൻ ടേബിളിന്റെ ആട്ടോ, ഞാൻ ബീഡ്സ് കാണിച്ചേ ഉള്ളൂ, മൾട്ടിപ്ലിക്കേഷൻ കിട്ടിയിട്ടില്ല. സോ നെക്സ്റ്റ് ബീഡ് പിരമിഡ്. ബീഡ് പിരമിഡിന്റെ പിക്ചർ ഞാനൊന്ന് കാണിക്കാം. ഇത് ബീഡ് സ്റ്റെയർ, നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു വുഡൻ ഇതില് ഞാൻ എവിടെ എടുത്ത് വെച്ചു ഞാൻ ഓർക്കണ്ട, എവിടെയോ ഉണ്ട്. ഉണ്ട്, ഞങ്ങൾ എടുക്കാട്ടോ. ഇതിപ്പോ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്കൊരു ട്രയാങ്കിൾ പോലെ ഒരു വുഡൻ സ്ട്രിപ്പ് തന്നിട്ടുണ്ട്. അതിൽ ഓരോന്നും പ്ലേസ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇതാണ് ബീഡ് സ്റ്റെയർ. ഞാനിതിപ്പോ തന്നെ കാണിക്കാം. അടുത്തത് 2 വശത്ത് വെച്ചുള്ളൂ. ബീഡ്സ് പിരമിഡ് എവിടെ പോയി? സെറ്റ് ബീഡ്സ്. അത് വീണ്ടും ഒന്നുകൂടെ ഉണ്ട്, കുറച്ചുകൂടെ മനസ്സിലാവും. തൗസൻഡ്സ് ഇരിക്കുന്നത്, 100 ഇരിക്കുന്നത്, ടെൻസ്, ഒരു ബീഡ് ഇരിക്കുന്നത് കണ്ടോ? അതിന്റെ മുകളില് കുറച്ചുകൂടി ഉണ്ട്, ചെറിയതായിട്ട് പിക്ചർ. ഇങ്ങനെ നമുക്കൊരു ട്രീ ഉണ്ടാകും. ഇപ്പൊ 10 എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയാം 10 അവർക്ക് ഇങ്ങനെ വെക്കാം. അതുപോലെ തന്നെ ബീഡ് കൗണ്ട് ചെയ്തത് താഴെ വെച്ചിരിക്കുന്നു. 20 എടുക്കാൻ പറയുമ്പോ 10ന്റെ 2 കാണാലോ, ശരിക്കും ക്ലിയർ അല്ലേ? 30, അതുപോലെ 40, അങ്ങനെ അങ്ങനെ. താഴെ 1000 യൂണിറ്റ്, 100 ഒരു പ്ലാങ്ക് പോലെ, 10 ഇങ്ങനെ ഒറ്റ ബീഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, കാണാൻ തോന്നുന്നു. പിന്നെ ക്ലോക്ക് ഒക്കെ കാണും. അത് കുറച്ചുകൂടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫണ്ണി ആയിട്ടുള്ള ക്ലോക്കുകളായിരിക്കും. പിരമിഡിന്റെ പിക്ചർ കാണുന്നില്ല അല്ലെ? മുകളിലാണോ? ആക്ച്വലി അതല്ലേ പിരമിഡ് പോലെ ഇരിക്കുന്ന ബീഡ്സ് പിരമിഡ് സ്റ്റെയർസ് കാണിച്ചത്. പിരമിഡ് കാണിച്ചില്ലേ മാം? മേലെ കാണിച്ചല്ലോ അതിന്റെ ബീഡ് സ്റ്റെയർ അല്ലേ? പിരമിഡ് വേറെ ഉണ്ട്. ബട്ട് അത് പിരമിഡ് പോലെ ഇരിക്കുന്നു. അത് തന്നെ സെയിം തന്നെ എടുത്തിരിക്കുകയാണ്. ഞാനല്ല ഫോട്ടോ എടുത്തത്, വേറൊരു ടീച്ചറാണ്. ഈ പിരമിഡ് ഇതിനകത്തുണ്ടെന്നാണ് എന്റെ ധാരണ. പിരമിഡ് ഉണ്ട്, ജസ്റ്റ് ലൈക്ക് അത് മാത്രമേ ഫോട്ടോ ഇല്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പിരമിഡിന്റെ ഷേപ്പ് ഒന്ന് മനസ്സിലേക്ക് ഓർത്തി. അപ്പൊ പിന്നെ ബീഡ് പിരമിഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വരും, മനസ്സിലാവും. ഇത് കണ്ടോ?
മനസ്സിലായോ? താഴെ ബീഡ് സ്റ്റെയറാ പിരമിഡ് ഇതാ. എല്ലാ സൈഡിൽ നിന്നും ജസ്റ്റ് ഈജിപ്ഷ്യൻ പിരമിഡ് അങ്ങനെയല്ലേ? താഴെ അതായത് ഇതിന്റെ ബേസ് സ്ക്വയറോ റെക്ടാംഗിളോ എന്തെങ്കിലും ആയിരിക്കും. ഈജിപ്ഷ്യൻ പിരമിഡ് ഓർമ്മയില്ലേ? അതിന് താഴെ പരന്നിട്ടല്ലേ? സോ അപ്പൊ എന്തായാലും ഇങ്ങനെയായിരിക്കും അതിരിക്കുക. എല്ലാ സൈഡിൽ നിന്ന് നമുക്ക് ബീഡ്സ് ഉണ്ടാവും. അതായത് ഇപ്പൊ മുകളില് ഒരു ബീഡായിരിക്കും, അതിന്റെ ഈ സൈഡിൽ 2 വയ്ക്കും, ഇവിടെ 2, ഇപ്പുറത്തെ സൈഡിലും 2, അങ്ങനെ 4 സൈഡ്സിലും 2, അങ്ങനെ പിന്നെ 3 അടുത്തത് 4 സൈഡിലും 3 വരും, പിന്നെ 4, അങ്ങനെ ചുറ്റും ചുറ്റും വെച്ച് വെച്ച് പിരമിഡ് ഷേപ്പ് പോലെ ആക്കും. സോ ഞാന് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സബ്ട്രാക്ഷൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പൊ കൊച്ചിനെ വിളിക്കുമ്പോഴേക്കും അവള് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ബാക്കിയുള്ളത് എഴുതാലോ. ഒരു പോയിന്റും കൂടെ അതിൻ്റെ ഉണ്ടായിരുന്നേ, റിപ്പിറ്റേഷൻ ത്രൂ എൻജോയ്മെന്റ്. ഈ ബീഡ് പിരമിഡും അതിന്റെ മെയിൻ ഫീച്ചേഴ്സും സ്പെഷ്യാലിറ്റി എഴുതിക്കോളും. നമുക്ക് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യുവാണെങ്കിൽ റെക്കോർഡ് കാണുന്നവർക്ക് എളുപ്പമായിരിക്കും. ഞാനിതൊന്ന് സെറ്റ് ആക്കട്ടെ.
കേൾക്കാമോ? കേൾക്കാമോ? യെസ് മാം, കേൾക്കാം. നമ്മുടെ സബ്ട്രാക്ഷൻ സ്ട്രിപ്പ് ബോർഡാണ്. ഒന്നുകൂടെ ഇത് റെഡ് തിരിച്ചാണ് വെക്കുന്നത്. പല മെത്തേഡിൽ നമുക്ക് വെക്കാം. കുട്ടികൾ നിങ്ങൾ റെഡ് ഇപ്പൊ തൽക്കാലം നോക്കണ്ട, പല മെത്തേഡ്സിൽ വെക്കാം. ഇതിൽ നമ്മളെപ്പോഴും ഈ ഒരു 3 സ്ട്രിപ്സ് ആണ് നമുക്കുള്ളത്. ബ്ലൂ, റെഡ്, പിന്നെ ചിലതിൽ വുഡൻ കളർ ആയിരിക്കും ചില യൂണിറ്റ്സിൽ കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഒരു ഗ്രേ കളറിലുള്ള സ്ട്രിപ്സ് ആണുള്ളത്. ഇപ്പൊ നമ്പർ 1 തുടങ്ങി 18 വരെയാണ്. അപ്പൊ ഈ സ്ട്രിപ്സ് 18 സ്ട്രിപ്സ് ഉണ്ടാവും. നമ്മൾ ഈ സ്ട്രിപ്പ് മുകളിലുള്ള ഗ്രേ സ്ട്രിപ്സ് പ്ലേസ് ചെയ്യുന്നത് ലോങ്സ്റ്റ് ഷോർട്ടസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതല്ലാതെ നമുക്ക് വെക്കാം. ഇപ്പൊ വേർട്ടിക്കൽ ആയിട്ടല്ലേ വെച്ചിരിക്കുന്നത്, ഹൊറിസോണ്ടൽ ആയിട്ട് നമുക്ക് ലോങ്സ്റ്റ് ഷോർട്ടസ്റ്റ് മുകളിലേക്കും വെക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. ലോങ്സ്റ്റ് ഷോർട്ടസ്റ്റ് വെച്ചു. ഇവിടെ നമുക്ക് ബ്ലൂ ഉണ്ട്, റെഡ് തിരിച്ചു വെക്കണേ. ഏറ്റവും വലുത് മുകളില് ആ ഒരു രീതിയിൽ പ്ലേസ് ചെയ്യാം. So next 8, 7, നമ്മളെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ ഇതിന്റെ വീഡിയോ എടുക്കുക. അപ്പൊ പിന്നെ ബാക്കിയുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും, വരാൻ പറ്റാത്തവർക്ക്. എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടെ ചെയ്യുക. പ്രത്യേകിച്ച് മാത്തമാറ്റിക്കൽ ഏരിയ, മറ്റുള്ളതൊന്നും കുഴപ്പമില്ല. മാത്തമാറ്റിക്കൽ ഏരിയയിലെ മെറ്റീരിയൽസ് ആണ് കൺഫ്യൂഷൻ വരുന്നത്. ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കും ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളതായിരുന്നു മാത്തമാറ്റിക്കൽ ഏരിയ. പല രീതിയിൽ ചെയ്യാം ഒരേ ബോർഡ് വെച്ചിട്ട്. നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തു. ബ്ലൂ ഇവിടെ, റെഡ് ഇവിടെ, ഈ സബ്ട്രാക്ഷൻ സ്ട്രിപ്പ് ബോർഡിലെ 3ാമത്തെ സ്ട്രിപ്പായ ഗ്രേ കളർ, സംടൈംസ് വുഡൻ കളർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിപ്പോ 2 നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യണം. ഏതെങ്കിലും 2 നമ്പേഴ്സ് എന്ന് പറയാമോ? 7 - 5. 7 - 5. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ കുട്ടികൾ എന്താണ്, അവർ ഫെമിലറൈസ് ആയിരിക്കണം നമ്പേഴ്സ്. 7 എന്ന് പറയുമ്പോൾ അവർക്ക് അറിയാൻ പറ്റണം ഇതാണ് 7 എന്നുള്ളത്. കൗണ്ടിങ്ങും അവർ ഫെമിലറൈസ് ആയിരിക്കണം. അതിനുശേഷം നല്ല പ്രാക്ടീസ്, എറർ ഇല്ലാതെ പ്രാക്ടീസ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അവരെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ 7ന്റെ മുകളിലുള്ള സ്ട്രിപ്പ്, ലോങ്സ്റ്റ് സ്ട്രിപ്പ്, അതായത് നമ്മളിങ്ങനെ വെർട്ടിക്കലായിട്ട് വെച്ചിട്ടുള്ള സ്ട്രിപ്പ് ഇല്ലേ, ആ സ്ട്രിപ്പ് എടുക്കുക. അത് വെച്ചു. 7 ലൈറ്റ് എടുത്തേ. ഓക്കെ, 7ന്റെ മുകളിലുള്ള സ്ട്രിപ്പ് എടുക്കാം. ഓക്കെ, സോ 7 നമുക്ക് 18 വരെ അത് കവർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന വെച്ചിട്ട് ഇപ്പൊ 1, അപ്പം 5 - 1 അങ്ങനെ വല്ല ആണെങ്കിൽ നമുക്ക് ഇത് എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് കവർ ചെയ്ത് വരും. സോ കവർ ചെയ്തു. 7 - എത്രയായിരുന്നു പറഞ്ഞ 5 ആണോ ജ്യോതി പറഞ്ഞു? യെസ് മാം, 5. 5. കാണുന്നില്ല മാം. കാണുന്നില്ല മാഡം. തിരിഞ്ഞ് നോക്കണേ, അവിടെ നോക്കണം. ഒന്ന് ക്ലീൻ ചെയ്തതാണ്. ഇപ്പൊ കാണാം. അവിടെ നോക്കണം കേട്ടോ, വീഡിയോ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ നമ്മള് 7 - 5 ആണ് ജ്യോതി പറഞ്ഞത്. അപ്പൊ 7ന്റെ മുകളിലുള്ള നമ്മൾ വെർട്ടിക്കലി പ്ലേസ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് അത് പ്ലേസ് ചെയ്യുന്നു. അപ്പൊ 7 to 18 അത് ക്ലോസ് ചെയ്തിരിക്കുക. ഇപ്പൊ നമ്മള് 8 - ആയിരുന്നെങ്കിൽ ഇതെടുക്കുമ്പോൾ അതിനനുസരിച്ച് വീണ്ടും അങ്ങനെ പോകും. അങ്ങനെയാണ്. ഓക്കെ, 7 - 5. ഇനി നമ്മളുടെ 5 നോക്കുക. ബ്ലൂവിലെ 5 എടുത്തു. റെഡിലെ 5 എടുത്താലും പ്രശ്നമൊന്നുമില്ല. അത് പറഞ്ഞ പല രീതിയിലും ചെയ്യാന്നുള്ളത്. സെവൻ മൈനസ് 5 അല്ലേ പറഞ്ഞേ? യെസ് മാം. ഒന്നുമല്ലേ? Okay.
കാണുന്നില്ല മാം ശരിക്കും. ഇങ്ങനെയാട്ടോ പ്ലേസ് ചെയ്യണ്ടേ. 7 കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ ഇത് വെക്കുക. 7 നമ്മൾ ഇവിടെ നിന്നല്ലേ സ്ട്രിപ്പ് എടുത്തത്. സോ ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യണം. നെക്സ്റ്റ് 7 - 5. യു ക്യാൻ ടേക്ക് ബ്ലൂ ഓർ റെഡ്, ഏതായാലും കുഴപ്പമില്ല. സോ ബ്ലൂ എടുക്കുന്നു. 5. Then count the remaining boxes. 1, 2. രണ്ട് കിട്ടി. 2 എന്നുള്ള റെഡ് നമുക്ക് എടുത്ത് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ കൗണ്ട് ചെയ്ത് അത് ആൻസർ ആയിട്ട് വെക്കാം. ഇവിടെ ഇത് ഫില്ല് ചെയ്യുന്ന റെഡ് നമ്മൾ എടുത്തു. സോ 2, 1, 2. 2 ആണ് കിട്ടിയ നമ്പർ. സോ ദാറ്റ് ഈസ് 7 - 5 is 2. ഒന്നുകൂടെ നമുക്കൊരു നമ്പർ കൂടെ നോക്കാം. ഒരു കൺഫ്യൂഷൻ അവിടെ വന്നത് കാരണം. ഏതെങ്കിലും നമ്പർ പറഞ്ഞു. 4 - 3. ഏതാ? 4 - 3. -3. ഓക്കെ, ദിസ് ഇസ് 4. 4ന്റെ ലോങ്സ്റ്റ് സ്ട്രിപ്പ് എടുത്തു. 4. ആഫ്റ്റർ 4 നമ്മളിത് പ്ലേസ് ചെയ്തു. 4 - 3. ബ്ലൂവിന് 3 കാണിക്കണേ. 3. കൗണ്ട് ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള ബോക്സ് നമ്മൾ കൗണ്ട് ചെയ്തു. സോ 1. കുട്ടിക്ക് 1 എന്നുള്ളത് അറിയാം. സോ അത് 1 എന്നുള്ള റെഡ് എടുത്തിട്ട് അവിടെ പ്ലേസ് ചെയ്ത് നോക്കും ഫിറ്റ് ആണോ എന്ന്. സോ ആൻസർ ഈസ് ദിസ് റെഡ് 1, 1. കുറച്ചുകൂടെ വലിയ നമ്പർ ആയിട്ട് പറയാമോ? നമുക്ക് 18 വരെയുണ്ട്. 18 വരെയുണ്ട്. 15 - 5. 15. So this one. ഇങ്ങനെ മറിച്ച് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ആ നമ്പർ ഇരിക്കുന്ന ആ ലെവലിൽ കാണിക്കട്ടെ, നോക്കണേ. ഇങ്ങനെ മുകളിലായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയായാലും കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. 15 ആണ് നമുക്ക് ഏറ്റവും വലിയ നമ്പർ അല്ലോ. അപ്പൊ ആ നമ്പർ കാണുന്നത് വരെയും അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ മറയ്ക്കുക. നമുക്ക് വേണ്ടത് ഏറ്റവും വലിയ നമ്പർ 15 ആണ്. സോ ബാക്കിയുള്ള നമ്പേഴ്സിനെ നമ്മൾ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ 15ന്റെ മുകളിലുള്ള സ്ട്രിപ്പ് കൊണ്ട് ക്ലോസ് ചെയ്യുക. ഇതായിരിക്കും കുറച്ചുകൂടി ഈസി മെത്തേഡ് കുട്ടികളെ പറഞ്ഞു കൊടുക്കാൻ. നമുക്ക് 15 ആണല്ലോ, 15 ആണ് നമുക്ക് വലിയ നമ്പർ, അതിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. സോ 15 കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിനെ എല്ലാം നമ്മൾ ആ സ്ട്രിപ്പ് വെച്ചിട്ട് ഹൈഡ് ചെയ്തു. ഓക്കെ, ബാക്കിയൊന്നും അപ്പൊ കാണണ്ട കുട്ടികൾ. 15 മൈനസ് 5. ഓക്കെ, 5 അല്ലേ. സോ ഇവിടുന്ന് 5 നമുക്ക് പതുക്കെ 15 ആദ്യം താഴേക്ക് കൊണ്ടുവരാം. കൊണ്ടുവന്നിട്ട് ലെഫ്റ്റ് ആയിട്ടുള്ള ബോക്സസ് നോക്കാം. 10 ഉണ്ടാകും അല്ലെ. കുട്ടികൾക്ക് കൗണ്ടിങ് നടത്താം. കൗണ്ട് ചെയ്തവർ എത്ര ബോക്സസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുന്നു. ഇനി അവർ കൗണ്ട് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിച്ചോ. 9 ആണ് അവർ കൗണ്ട് ചെയ്തെന്ന് വിചാരിക്കുക. സോ അവരിവിടെ 9 പ്ലേസ് ചെയ്ത് വെക്കും. അപ്പൊ ഒരു ബോക്സ് എംപ്റ്റി ആയിട്ട് കിടക്കും. അവർക്ക് മനസ്സിലാവും എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അപ്പൊ ആ ബോക്സിനെ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് 9 വരെയുള്ളൂ. ഒരു ഇതും കൂടെ അവരതിൽ വെക്കും. അപ്പൊ ഓൾറെഡി അഡീഷൻ പഠിച്ചിട്ട് അവർ സബ്ട്രാക്ഷൻ പഠിക്കാൻ വരുന്നത്. സോ അവർക്കറിയാം 9ഉം 1ഉം കൂടെ വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ അവർക്കറിയാം. സോ ദാറ്റ് ഇസ് 10. ഇത് ഇല്ലാതെയും നമുക്ക് ഈ ബോക്സസ് മാത്രം കൗണ്ട് ചെയ്ത് ആൻസർ എഴുതിപ്പിക്കാം. അവിടെ ഫിക്സ് ആക്കി വെച്ച് നോക്കാം വിത്ത് റെഡ്. ആ രീതിയിലും ചെയ്യിക്കാം. ഓക്കെ, അപ്പൊ അഡീഷൻ പഠിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ട് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യിക്കുന്നത്. നെക്സ്റ്റ് 18 - 9 അങ്ങനെ ഒരു നമ്പർ ആണെന്ന് വിചാരിച്ചു. ഞാനിപ്പോ 18 ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് 18 കഴിഞ്ഞിട്ടുള്ള സ്പേസ് നമുക്ക് വേണ്ട. സോ ആ സ്പേസ് മൂടി വെച്ചു. 18 - 9. ഇവിടെ നമ്മൾ 9 എടുത്തു. 18 - 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് താഴേക്ക് കൊണ്ടുവന്നു, താഴേക്ക് ആക്കി വെച്ചു. ബാക്കിയുള്ള ബോക്സസ് കൗണ്ട് ചെയ്തു. നമുക്ക് 9 ബോക്സസ് ലെഫ്റ്റ് ഔട്ട് ഉണ്ട്.
സോ ഇതിൽ നിന്നുള്ള 9 എന്റെ കയ്യിലുണ്ട്, അത് ഇവിടെ വെച്ച് ഫിറ്റ് ആവണമെന്ന് നോക്കിക്കാം. അങ്ങനെ സബ്ട്രാക്ഷൻ ഇവരെ പഠിപ്പിക്കാം. അപ്പൊ ഇതിപ്പോ വെർട്ടിക്കലി പ്ലേസ് ചെയ്തേക്കുക. ഈ മുകളിലുള്ള ഗ്രേ സ്ട്രിപ്സ് വെർട്ടിക്കലി പ്ലേസ്ഡ് ആണ്. അപ്പൊ ഈ സ്ട്രിപ്പിനെ നമുക്ക് ഇതിനെ ഹൊറിസോണ്ടൽ ആയിട്ടും പ്ലേസ് ചെയ്യിക്കാം കേട്ടോ. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഞാനിപ്പോ നിങ്ങളുടെ ഡിവിഷനും കൂടെ ഒന്ന് കാണിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ഏരിയ വേണമെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ക്ലാസ്സിലൂടെ ചെയ്യാം. പിന്നെ ഓൺലൈൻ ആയിട്ട് ചെയ്യാം. മറ്റേ ക്ലാസ്സിൽ വരുമ്പോൾ അതിന്റെ പല പല രീതിയിൽ ഈ സ്ട്രിപ്സ് വെക്കണത് നമുക്കൊന്നുകൂടെ നോക്കാം. വേഗം മൾട്ടിപ്ലിക്കേഷൻസ് കൂടെ ഒന്ന് വെക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതാണ് മൾട്ടിപ്ലിക്കേഷന്റെ ബോർഡ്. 1 തുടങ്ങി 9 വരെയുണ്ട്. ഇവിടെ താഴേക്ക് 1 തുടങ്ങി 9 വരെയുണ്ട്. ഓക്കെ, നമുക്കിപ്പോ ഇതില് ഈ ബോക്സിനകത്ത് കിടക്കുന്നത് കണ്ടോ? ബീഡ്സും ഉണ്ട്, ചെറിയൊരു ഇങ്ങനത്തെ ഇതുപോലത്തെ ഷേപ്പ് ഉള്ളതുണ്ട്. നമ്മുടെ ഈ ചെസ് ബോർഡിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. ഡിവിഷൻ ബോർഡാട്ടോ, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് അല്ല, ഡിവിഷൻ ആണേ. ഞാനത് വിട്ടുപോയി. ഡിവിഷൻ ബോർഡാണ്. മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ആക്ച്വലി സെയിം തന്നെയാണ്, സെയിം ചെറിയ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് നമ്പർ കാർഡ്സും കൂടെ ഈ മൾട്ടിപ്ലിക്കേഷന് വരും. ഡിവിഷനിൽ ഒരു ചെറിയൊരു ഹോളൊക്കെ ഇവിടെ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷനിൽ ആ നമ്പർ കാർഡിന്റെ നമ്പർ ഇവിടെ പ്ലേസ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റും. ഇതിലിപ്പോ നമുക്ക് കുറെ വലിയ ഹോൾസും വലിയൊരു ഗ്രൂ പോലെ ഹോൾസും താഴെ ചേർത്തുണ്ടായിരിക്കും. ഇതാണ് അതിന്റെ ബീഡ്സും അതിൽ വെക്കാനുള്ള സംഭവങ്ങൾ ഡിവിഷൻ ബോർഡിനകത്ത്. ഓക്കെ, സോ നിങ്ങൾ 2 നമ്പർ പറയാമോ? 18 minus 9. ഡിവിഷൻ. Sorry, 18 divided by 9. ഓക്കെ, 18 divided by 9. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ നമുക്ക് 9 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലെ. സോ ഇവിടെ പ്ലേസ് ചെയ്യാം ആ 9. നോക്കിയിട്ട് ഇങ്ങനെ സോ 18 divided by 9. സോ നമ്മൾ 9 പ്ലേസ് ചെയ്യും. നമുക്ക് വേണ്ടത് എത്രയാ? ഇതിന്റെ ബീഡ്സ് ആണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് ഇത്രയും ഭാഗത്ത് നോക്കാം. കുറച്ച് സമയം എടുക്കും. മാത്ത് വേണമെന്ന് പറയുന്നത്.
നമ്മുടെ കയ്യിൽ അപ്പൊ 18 ബീഡ്സ് നമ്മൾ എടുക്കണം. സോ ഞാൻ 9 ബീഡ്സ് വെച്ചു. ഇനി 18 ബീഡ്സും കൂടെ വെക്കുക. മീൻസ് 9 കൂടെ വെക്കുമ്പോ 18 ആയില്ലേ. അപ്പൊ നമ്പർ ഫെമിലറൈസ്ഡ് ആയിരിക്കണം. രണ്ടാമത് നമ്മുടെ ഡിവൈസർ അല്ലെ 9 ഡിവൈസർ 18 ആണ് ഡിവിഡന്റ്. അപ്പൊ ഡിവിഡന്റ് ആണ് നമ്മൾ താഴെ പ്ലേസ് ചെയ്യുന്നത്. ഡിവൈസർ മുകളിൽ വരും. ഇപ്പൊ 9 മുകളിൽ വന്നു. 18 ബീഡ്സ് കുട്ടികൾ കൗണ്ട് ചെയ്ത് കയ്യിലെടുക്കണം. 9ന്റെ താഴെ. ബീഡ്സ് പ്ലേസ് ചെയ്തു. 9 ഒരു പ്രാവശ്യം വെച്ചു. രണ്ടാമത്തെ പ്രാവശ്യം 9 വെച്ചു. സോ ഏത് റോയിലാണ് അതിരിക്കുന്നത്? 2. സോ 18 ഡിവൈഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 2. ഇതിപ്പോ പെർഫെക്റ്റ് ഡിവിഷൻ ആയി അല്ലേ? ഇനി നമുക്ക് പെർഫെക്റ്റ് അല്ലാത്ത ഒരെണ്ണം നോക്കിയാലോ? അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 7 ഡിവൈഡഡ് ബൈ 2 ആണെന്ന് വിചാരിക്കുക. പെർഫെക്റ്റ് ഡിവിഷൻ വരില്ല, റിമൈൻഡർ വരും അല്ലേ? 7 ഡിവൈഡഡ് ബൈ 2. സോ ഞാൻ 2 വെച്ചു. 2 ആണ് നമ്മുടെ ഡിവൈസർ. 2 മുകളിൽ വെച്ചു. കുറച്ച് ബീഡ്സ് കയ്യിലെടുത്തു. 7 വെക്കണം അല്ലെ? ഇപ്പൊ ഞാൻ 2 റോ കഴിഞ്ഞു. ഇത് എത്ര ഉണ്ടോ അതിനനുസരിച്ച് അത്രയും 2 ആയിട്ട് താഴേക്ക് 2s വരണം. 7 ഡിവൈഡ് ബൈ 3 ആണെങ്കിൽ 3 വരെ വരണമായിരുന്നു. ഇതിന്റെ താഴെ വരെ വരാൻ പാടുള്ളൂ. ഇങ്ങോട്ടൊന്നും ബീഡ്സ് വെക്കരുത്. അത് ക്ലിയർ ആയോ? 7 ഡിവൈഡഡ് ബൈ 2 2 ആണ് നമ്മളുടെ ഡിവൈസർ. അപ്പൊ ഞാൻ 2 ഇവിടെ വെച്ചു. സോ ഈ 2 എണ്ണത്തിന്റെ താഴെ നമ്മൾ 7 വരെ ആക്കാൻ പാടുള്ളൂ. അപ്പൊ 4 എണ്ണം ആയില്ലേ? ആദ്യത്തെ റോയിൽ 2 വെച്ചു. മനസ്സിലായോ? അത് ക്ലിയർ ആയോ? 7 ഡിവൈഡ് ബൈ 3 ആണെങ്കിൽ നമ്മൾ ഒരെണ്ണം കൂടെ ഇവിടെ വെക്കും. ബീഡിന്റെ പ്ലേസ് ഇവിടം വരെയും വരും. ഇപ്പൊ 7 ഡിവൈഡഡ് ബൈ 2 ആയതുകൊണ്ട് 2s മാത്രമേ നമ്മൾ വെക്കുള്ളൂ. 4 എണ്ണായി. 5 6 7 അങ്ങനെ അപ് ടു 7 കൗണ്ട് ചെയ്യണം. 7 ബീഡ്സ് നമ്മുടെ കയ്യിൽ പാടുള്ളൂ. കാരണം 7 ആണ് നമ്മളുടെ ഡിവിഡന്റ്. സോ 7 ബീഡ്സ് നമ്മൾ ഈ 2ന്റെ ഇതിന്റെ താഴെയായിട്ട് വരണം. ആദ്യം 2 എണ്ണം വെച്ചു, പെർഫെക്റ്റ്. വീണ്ടും 2 എണ്ണം വെച്ചു, പെർഫെക്റ്റ്. 4 എണ്ണമായി. പിന്നെയും 2 ആയി. 6 പിന്നെ ഒരെണ്ണം. അതിന്റെ ഇവിടെ ഒന്നും വന്നില്ല കാരണം 7 ഉള്ളൂ. അപ്പൊ നമുക്ക് ആൻസർ എന്താ? 6 വിത്ത് റിമൈൻഡർ 1. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ഉണ്ടോ? 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ ആൻസർ വരിക? 1 അല്ലെ? നമുക്ക് അത് നോക്കാം. അപ്പൊ 4 ആണ് നമ്മളുടെ എന്താ പറയാ ഡിവൈസ്. അപ്പൊ നമ്മൾ എന്താ 4 എണ്ണം മുകളിൽ വെച്ചു. അതിന്റെ താഴെ അപ്പൊ ബീഡ്സ് നമുക്ക് 5 വെക്കണം. സോ 5 ബീഡ്സ് കയ്യിലെടുത്തിരിക്കുക. ഞാൻ ഇപ്പൊ 5 ബീഡ്സ് എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കൗണ്ടിങ് അറിയണം. 1 2 3 4. പെർഫെക്റ്റ് ആയി. 4 കഴിഞ്ഞു. അടുത്തത് അടുത്ത റോയിൽ വരണം. സോ 1. പക്ഷെ അതിന് 3 എണ്ണം കൂടി ഉണ്ടെങ്കിലേ ഇത് പറ്റുള്ളൂ. പക്ഷെ നമ്മളുടെ ഡിവിഡന്റ് 5 ആണ്. നമുക്ക് 5 ബീഡ്സേ ഉള്ളൂ. സോ അപ്പം എന്താ വരിക? ആൻസർ 4 വിത്ത് റിമൈൻഡർ 1. 5 ഡിവൈഡ് ബൈ 4 അല്ലേ? അപ്പൊ ഫസ്റ്റ് റോയിൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. സോ 1 വിത്ത് റിമൈൻഡർ 1 ഒരു ബീഡ്. ക്ലിയർ ആയോ? 1 കംപ്ലീറ്റ് ആയി. സോ 1 വിത്ത് റിമൈൻഡർ 1 ഒരു ബീഡല്ലേ ബാക്കി വന്നുള്ളൂ, ഒറ്റയ്ക്ക് നിൽക്കണത്. സോ അങ്ങനെ നമ്മൾ കുട്ടികളെ ഡിവിഷൻ പഠിപ്പിക്കുന്നത്. ഇതൊന്ന് ക്ലിയർ ആണെങ്കിൽ നമ്മൾ കുറച്ചൊന്നും അധികം പ്രാക്ടീസ് ചെയ്യണം. ഇത് വയ്ക്കേണ്ട രീതി, കാരണം അഡീഷൻ സബ്ട്രാക്ഷൻ എല്ലാം വ്യത്യാസമാണ് സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ തന്നെ ചെയ്ത് തന്നെ നോക്കിയാലേ പറ്റുള്ളൂ. നമ്മളിങ്ങനെ കണ്ട് മനസ്സിലാവാൻ ഒത്തിരി പാടായിരിക്കും കൺഫ്യൂഷൻ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വന്ന ഏരിയ മാത്തമാറ്റിക്കൽ ഏരിയ ആയിരുന്നു. ഈവൻ ദോ നമ്മൾ മാത്സില് നമ്മള് നമ്പേഴ്സ് വെച്ച് ചെയ്യുമെങ്കിലും മെറ്റീരിയൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. ഒരു പ്രാക്ടീസ് ശരിയാകുമ്പോൾ ശരിയാവും. ഓക്കെ, സോ
സോ നമുക്കൊരു കാര്യം ചെയ്യാം, ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ഈ മാത്തമാറ്റിക്കൽ ഏരിയ ഒന്ന് വീഡിയോ എടുക്കുക കേട്ടോ. എടുത്തിട്ട് ബാക്കിയുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിരിക്കും. നമുക്ക് പല രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. പ്ലേസ് ചെയ്യുന്നത് മാറ്റാം, ഒക്കെ കുറെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന്റെ പ്ലേസിങ് അങ്ങനെ തന്നെ പറ്റുള്ളൂ. അഡീഷൻ സബ്ട്രാക്ഷനിൽ നമുക്ക് മാനിപ്പുലേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. സ്ട്രിപ്സ് എങ്ങനെ വേണമെങ്കിലും വെക്കാം, അങ്ങനെ നമ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത്രയും. സോ എനിവേ നമുക്ക് നോക്കാം. ക്ലാസ് കൂടെ കഴിയുമ്പോഴേക്കും പിന്നെ ഏതൊക്കെ ഏരിയയിൽ ഇനിയും ആവശ്യം വരുമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാത്രം നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് ക്ലാസ് വെച്ചാൽ മതിയല്ലോ. ഇനി വെറുതെ നിങ്ങളുടെ ടൈം പോകും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Yes, ma'am. Hope it will not be our last class with you. ഇന്ന് വൈൻഡപ്പ് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. അപ്പൊ അശ്വതി മിസ്സിന്റെ ക്ലാസ് നാളെ ഉണ്ടല്ലോ. സോ എനിക്ക് തോന്നുന്നു നമുക്കൊരു റിഫ്രഷിംഗ് ക്ലാസ് ഒക്കെ വേണ്ടി വരുമായിരിക്കും, അറ്റ്ലീസ്റ്റ് പ്രാക്ടിക്കൽ ഏരിയക്കെങ്കിലും. ചിലപ്പോൾ മോഡൽ എക്സാം കഴിയുമ്പോഴും നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് വേണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ. ഓക്കെ, സോ എനിവേ താങ്ക് യു സോ മച്ച്. മിസ് ഈ റെക്കോർഡ് ഇത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ് മാം. റെക്കോർഡ് ഉണ്ട്. അപ്പൊ നാളെ ഞാൻ അശ്വിനി മാമിനോട് പറയാം. കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു സെഷനും കൂടെ വെച്ചിട്ട് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാം. പൊളിറ്റിക്സ് ഞാനൊന്ന് ചോദിക്കട്ടെ കേട്ടോ, മാമിനോടൊന്ന് ചോദിക്കാം. അറിയുന്നവര് പൊളിറ്റിക്സ് എടുക്കുന്നതാണ് നല്ലത്. ഞാനൊക്കെ തന്നെ പഠിച്ചതാണ്, അതുകൊണ്ട് എനിക്കത് ഞാൻ പറഞ്ഞു തന്നാൽ ശരിയാവുമെന്ന് എനിക്കൊരു ഉറപ്പില്ല.